ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായി യൂത്ത് ലീഗിന്റെ സീറ്റ് ആവശ്യം തള്ളി സിറ്റിംഗ് എംപിമാർ തന്നെ മത്സരിക്കും. മലപ്പുറത്ത് ഇ.ടി. മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദുസമദ് സമദാനിയും, തമിഴ്നാട്ടിൽ രാമനാഥപുരത്ത് കെ നവാസ് ഗനിയുമാണ് സ്ഥാനാർത്ഥികൾ. എന്നാൽ പുതുതായി ലഭിച്ച രാജ്യസഭയിലേക്കുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. കേരളത്തിൽ നിന്ന് 2 സീറ്റുകളിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് 1 സീറ്റിലുമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബാണ്. പൊന്നാനിയിൽ ശ്രീ അബ്ദുസമദ് സമദാനി സാഹിബ്. മണ്ഡലങ്ങൾ വെച്ചുമാറി സിറ്റിംഗ് എംപിമാർ തന്നെയാണ് വീണ്ടും മത്സരിക്കുന്നത്. മലപ്പുറത്ത് മത്സരിക്കാനുള്ള ഇ.ടിയുടെ താൽപര്യത്തിന് സമദാനി വഴങ്ങുകയായിരുന്നു. പാർലമെന്ററി യോഗശേഷമാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ഇത്തവണ ലീഗിന് ലഭിച്ച രാജ്യസഭാ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. രാജ്യസഭാ സീറ്റിന് ഇപ്പോൾ വരാനിരിക്കുന്ന ഒഴിവ് ഏതാണ്ട് ജൂണോടെ വരും. ആ ഒഴിവിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നതാണ്. അതിൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല. അത് അപ്പോഴത്തെ, കാരണം ഇലക്ഷൻ കഴിഞ്ഞിട്ടാണല്ലോ, അതിൻ്റെ സമയമാകുമ്പോൾ ആരാണ് സ്ഥാനാർത്ഥി എന്ന് അപ്പോൾ പ്രഖ്യാപിക്കുന്നതാണ്. രാജ്യസഭയിലേക്ക് പി.കെ. ഫിറോസ്, ഫൈസൽ ബാബു, പി.എം.എ. സലാം എന്നിവരെ പരിഗണിച്ചെങ്കിലും യോഗത്തിൽ സമവായത്തിലെത്താനായില്ല. കൈരളി ന്യൂസ്, മലപ്പുറം.